ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു 65 ഉണ്ടാക്കാൻ നോക്കാം. 65 എന്ന് പറയുമ്പോൾ ചിക്കൻ ഇല്ലാണ്ട് ഒരു 65. കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും നമ്മുടെ സോയ കൊണ്ടുള്ള 65 ആണ്. അതായത് സോയ ആദ്യം നന്നായി കഴുകി വേവിച്ച് പിഴിഞ്ഞെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇടേണ്ടത് നമ്മുടെ ഗരം മസാല ഞാൻ അളവൊന്നും പറയുന്നില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇടണത്. കുറച്ച് ഗരം മസാല ഇടുക, പിന്നെ കുരുമുളക് പൊടി, എല്ലാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഇട്ട ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട പൊട്ടിച്ചൊഴിച്ച് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചിടാനത് നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. ഇന്ന് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചിടുന്നതും നല്ലതാണ്. അതൊന്നും കിട്ടിയില്ല, അപ്പോൾ അതിനുശേഷം കുറച്ച് സോയ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്. സോയ സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കുക. അതിനുശേഷം അടുപ്പത്ത് ഒരു പാത്രം വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാൻ കാത്തിരിക്കുക. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കുക. കടുക് 65 ആലോചിക്കുന്നുണ്ടാവും, 65 എന്തിനാണ് കടുകുന്നത്. അത് എനിക്കും ഇവിടെ ഉള്ളവർക്കും എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കടുക് പൊട്ടിച്ചത്. ഒരു നിർബന്ധമില്ല, കടുകിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടി ഇഷ്ടമുള്ളതുകൊണ്ടാണ് കടുക് പൊട്ടിച്ചേക്കുന്നത്. അത് സ്കിപ്പ് ചെയ്യാവുന്ന കാര്യമാണ്. അതിനുശേഷം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം സോയ ഇതിലേക്ക് ഇട്ട് നമ്മൾ സാധാരണ 65 വറുത്ത് കോരുന്ന പോലെ തന്നെ വറുത്ത് കോരിക്കഴിഞ്ഞാൽ അടിപൊളി സോയ 65 റെഡിയാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഓഫീസിലേക്ക് ലഞ്ചിന് വേണ്ടി കൊടുത്തയക്കാൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ ആൾക്കിത് ഇഷ്ടമായതുകൊണ്ട് ആളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കും. എൻ്റെ മോൾക്കും നമ്മുടെ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഒന്നാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട്.